ഹലോ, ഒരു എനർജി ഇല്ലാത്ത ഒരു ഹലോ ആയിപ്പോയില്ലേ. ഇന്ന് നമ്മളൊരു സർപ്രൈസ് അല്ല, എനിക്കൊരു പ്രൗഡായിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം. ഞാൻ വഴിയാൻ പറയാം എന്താ സംഭവമെന്ന്. അപ്പോൾ ഇപ്പോൾ സമയം 4 മണിയാണ്. 4 മണിക്കാണ് നേരം വെളുത്തു. ഇവിടെ ഞാൻ വിചാരിച്ചൊരു കോഫി കുടിച്ചിട്ട് പോകാമെന്ന്. കുട്ടനെ എണീപ്പിക്കുന്നില്ല. അതുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. ചേട്ടായി ഡ്യൂട്ടിക്ക് വയ്ക്കാം. അപ്പോൾ ഇവിടുന്ന് നേരെ ചേട്ടായിനെ പോയി വിളിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. ചേട്ടായിയുടെ ഫ്രണ്ട് വരും. അവൻ ഇന്നലെ ഞങ്ങളുടെ കാർ എടുത്തിട്ട് പോയായിരുന്നു. അപ്പോൾ അവൻ വന്ന് എന്നെ പിക്ക് ചെയ്യും. അപ്പോൾ ഞാൻ റെഡി ആവണം. ഞാൻ വിചാരിച്ചൊരു കോഫി കുടിച്ചിട്ട് പോകാമെന്ന്. അവർക്ക് ശരിയായില്ല. ഇന്നലെ 12:30 കിടന്നപ്പോൾ. ഇപ്പോൾ ഇതേ പ്ലാന്. ഞാൻ റെഡി ആവണം. 4:50 വരും. പിന്നെ ആദ്യം ഞാൻ അങ്ങനെ എടുത്തിട്ട് പോകാം. ഓൺ ദ വേയിൽ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ ഒരു 11:30 ഞാനും ആദ്യം കൂടെ കുളിച്ച് ഒക്കെ സെറ്റായിരുന്നു. രാവിലെ എണീച്ച് കുളിക്കാൻ പറ്റില്ലല്ലോ ഇത്ര തണുപ്പം. സോ ആദ്യം അങ്ങനെ എടുത്തിട്ട് പോകും. ഓൺ ദ വേയിൽ അവനെ റെഡിയാക്കും. ഞാൻ റെഡി ആവണം. അതിന് മുമ്പ് ഒരു കോഫി കുടിക്കണം. അപ്പോൾ റെഡി ആയിട്ട് കാണാം. കറക്റ്റ് 4:30 ആയപ്പോൾ ആദിൽ വന്നു. അതിലാണ് ചേട്ടായിയുടെ ഫ്രണ്ട്. പിന്നെ ആദിക്കുട്ടനെ എഴുന്നേൽക്കണ്ടെന്നും പറഞ്ഞ് എടുത്തോണ്ട് വന്നു. പക്ഷെ താഴെ എത്തിയപ്പോൾ ആൾ എഴുന്നേറ്റു. പിന്നെ കാറിൽ കയറി ചേട്ടായിനെ വിളിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കാം. അധികം വലിച്ചു നീട്ടുന്നില്ല. എൻ്റെ അമ്മച്ചനെ കൊണ്ടുവരാനായിട്ടാണ് പോകുന്നത്. അതെ, അമ്മച്ചി ഇന്ത്യയിൽ നിന്ന് UK വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 7 മണിയാകുമ്പോൾ ഫ്ലൈറ്റ് വരും. മാഞ്ചസ്റ്ററാണ് എയർപോർട്ട്. അപ്പോൾ ചേട്ടായുടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു നൈറ്റ്. അപ്പോൾ ചേട്ടനെ വിളിക്കാനായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ അതാ ഫയർ ഡ്രില്ല് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അവരെല്ലാവരെയും പുറത്തിറക്കി നിർത്തിയേക്കായിരുന്നു. എന്നാലും സെക്യൂരിറ്റി ചെക്ക് കഴിയാതെ അവർക്ക് നമ്മുടെ കൂടെ വരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ 5 മണി വരെ അവിടെ നിന്നു. അത് കഴിഞ്ഞ് അവരങ്ങോട്ട് തിരിച്ചു കയറുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേട്ടായി ആമസോൺ വേറേഴ്സ് ഓപ്പറേറ്റീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്. കാറ് കണ്ട പോലെ ചേട്ടായി കൈയൊക്കെ എടുത്ത് വീശി കാണിക്കുന്നുണ്ട്. ആ വൈറ്റ് ടീഷർട്ടാണ് ചേട്ടായി. അപ്പോൾ ഞങ്ങളവിടെ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. തീ പിടിച്ചു പറഞ്ഞു ഓടി ഇതെല്ലാവരും ബാക്ക് സൈഡിൽ കൂടെ. വാങ്ങിയ പോലെ അമ്മച്ചിക്ക് കൊടുത്തിട്ട് അത് തണ്ടാട് പൊട്ടിക്കണായിരുന്നല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിയ പാടെ ഞാൻ ഏതെങ്കിലും പെട്രോൾ പമ്പിൽ നിർത്തും, എനിക്ക് കോഫി വേണമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളാണെങ്കിൽ ആടി പാടിയാ പോകുന്നത്. അമ്മച്ചിയോടാണെങ്കിൽ ആദ്യം തന്നെ എഴുന്നേറ്റ് നിന്നോ, ഇമിഗ്രേഷനൊക്കെ കഴിയുമ്പോഴത്തേനും സമയമാവില്ലേ. ഞങ്ങൾക്കാണെങ്കിൽ തിരിച്ചു വന്ന് ഒരു ഗ്രാജുവേഷൻ സെറമണി ഉണ്ട് ഷാനുവിൻ്റെ. അതിനായിട്ട് എത്തുകയും വേണം. അപ്പം ഞങ്ങൾ അമ്മച്ചിയോട് പറഞ്ഞു വേഗം എഴുന്നേറ്റ് നിന്ന് ആദ്യം തന്നെ പുറത്ത് ഇറങ്ങണം, ഇമിഗ്രേഷൻ വേഗം തീർക്കണം എന്നൊക്കെ പറഞ്ഞു. വീഡിയോയുടെ തുടക്കത്തിൽ ഞാനൊരു പ്രൗഡായിട്ടുള്ള കാര്യം ചെയ്യാൻ പോകുമെന്നൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്കിതിപ്പോൾ ഒരു സിമ്പിളായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷേ എനിക്കത് ഒരു വലിയ കാര്യം തന്നെയാണ്. വേറെ ഒന്നും കൊണ്ടല്ല. ഞങ്ങളുടെ പാരൻസിന് 3 പെൺമക്കളാണ്. എനിക്ക് 2 ചേച്ചിമാരും ഉണ്ട്. എൻ്റെ അച്ചാച്ചൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാട്ടോ. അച്ചാച്ചൻ മരിച്ചു, 2018 മരിച്ചു. അച്ചാച്ചൻ മരിക്കുന്നതിന് മുന്നേ മരിച്ച ശേഷവും ഞങ്ങളെ വളർത്തിയത്, എന്നെ എൻജിനീയറിങ് സ്റ്റഡീസ്, എൻ്റെ കല്യാണം എല്ലാം എൻ്റെ ചേച്ചിമാരുടെ ആണെങ്കിലും എല്ലാം എൻ്റെ അമ്മ ഒറ്റയ്ക്കാണ് ചെയ്തിരുന്നത്. അത് ആലോചിക്കുമ്പോൾ നിങ്ങൾ അച്ചാച്ചൻ നല്ല ആളല്ല എന്നല്ല പറയുന്നത്. പുള്ളിയുടെ ഹെൽത്തിൻ്റെ പ്രോബ്ലം കാരണം അത് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ആ കാര്യം എൻ്റെ അമ്മയുടെ കല്യാണത്തിന് സമയത്തും അറിയത്തില്ലായിരുന്നു. അവിടെ തുടങ്ങിയ സ്ട്രഗിൾസാണ് എൻ്റെ അമ്മ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ വരെ എത്തിച്ചത്. എൻ്റെ അമ്മയുടെ ഒരാളുടെ കഷ്ടപ്പാടും സ്ട്രഗിൾസും എല്ലാമാണ് ഞങ്ങൾ നന്നായി ജീവിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്. ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ട് കാണുന്നത്
3 മണിയാകുമ്പോൾ എൻ്റെ അമ്മ എണീക്കുന്നു, റബ്ബർ വെട്ടാൻ പോകുന്നു. ഞങ്ങൾക്ക് കുറച്ച് മരമുണ്ട്, അത് വെട്ടിയിട്ട് വേറൊരാളുടെ മരമുണ്ട്. അത് ഒരു മലയുടെ മണ്ടയിൽ ചുറ്റും ഫോറസ്റ്റൊക്കെ ഉള്ളൊരു സ്ഥലത്ത് ആണ് ഒറ്റയ്ക്ക് നിന്ന് ഒരു ദിവസം 400 മരം വെച്ച് വെട്ടും. അവിടെ 800 മഴ ടോട്ടലുള്ളത്. അത് വെട്ടും. അതിൻ്റെ പരിപാടിയൊക്കെ 10:30 ആകുമ്പോൾ തീർക്കുന്നു. അത് കഴിഞ്ഞ് തയ്ക്കാൻ പോകുന്നു. അത് കഴിഞ്ഞ് 6:30 ആകുമ്പോൾ ഒന്നെങ്കിൽ വീട്ടിൽ വരും. പിന്നെ വർഷത്തിൽ 4 വട്ടം ഇൻ്റർനാഷണൽ എക്സിബിഷന് കേരളത്തിൽ നിന്ന് ഇങ്ങനെ കുടുംബശ്രീയുടെ വകയായിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് പോകുക. ഇങ്ങനെയാണ് ലൈഫ്. ഇങ്ങനെ ഏകദേശം 18 വയസ്സിൽ തുടങ്ങി ഒരു 50 വയസ്സ് വരെ എൻ്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി എന്താ പറയുക, ഞങ്ങളെ വളർത്തി വലുതാക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്തിരുന്നത്. അപ്പം അങ്ങനെ ഒരു അമ്മേനെ ഇപ്പം പണ്ടൊക്കെ ഞങ്ങൾ എന്താ പറയുക, മറ്റുള്ളവർ നോക്കി നമ്മൾ കൊതിച്ചിട്ടുണ്ടായോ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ലൈഫില്ലല്ലോ, ഞങ്ങൾക്ക് അച്ചാച്ചൻ അങ്ങനെ അല്ലല്ലോ. അച്ചാച്ചനെ കുറ്റം പറയില്ല, ഞങ്ങളുടെ അച്ചാച്ചനൊരു ജന്മാട്ടോ. പക്ഷേ അങ്ങനെ ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഞങ്ങൾക്കും എൻ്റെ അമ്മയ്ക്കും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ കൊതിച്ച് നിന്ന ആൾക്കാർ ഞങ്ങളെ നോക്കി കൊതിക്കുന്നൊരു ടൈം വന്നു. അത് ഈ 10, 20, 30 കൊല്ലത്തെ എൻ്റെ അമ്മയുടെ ഒരു കഷ്ടപ്പാടാണ്. അപ്പോൾ എൻ്റെ അമ്മ ലണ്ടനിലോട്ട് വരുന്നത് എനിക്കൊരു സൂപ്പർ പ്രൗഡ് മൂമെൻ്റ് തന്നെയാണ്. നമ്മൾ എയർപോർട്ടിൽ വന്നേക്കാം. അമ്മച്ചി എയർപോർട്ടിൽ 6:45 ഞങ്ങൾ പറഞ്ഞ ഇതിൽ ആദ്യം തന്നെ ചാടി എഴുന്നിട്ട് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് 6:45 ഞങ്ങൾ വിളിച്ചേക്കാം. 7 മണിക്ക് വരേണ്ട ഫ്ലൈറ്റ് ആയിരുന്നു. പക്ഷെ നേരത്തെ വന്നു. പക്ഷേ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് 6:45 തൊട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ എത്തിയപ്പോൾ 8 മണിയായി. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ അമ്മച്ചീനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. 5 വണ്ണ പൂവേ താലേലോ ലാലേ നക്ഷത്ര പൂവേ കാതാരം ഗാപ്പാരം വഴി വഴിയെല്ലാം വെടി നെടി പടുകുഴി തോട്ടോ எங்க பூ எங்க வாசம் எங்க 5 வண்ண பூவே കാണോ. അങ്ങനെ അമ്മച്ചി വന്നു. എൻ്റെ എക്സൈറ്റ്മെൻറ്റ്, എൻ്റെ സന്തോഷം നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ നോക്കിയാൽ കാണാം. ഞാൻ ഇപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള ആളാണ്, പക്ഷേ ഇത് എക്സ്ട്രാ ഹാപ്പിനെസ് അല്ലേ. അങ്ങനെ എൻ്റെ അമ്മച്ചിയാണെങ്കിൽ വന്ന പാടെ പറയാം, ടൈജു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇവിടെ വന്നതെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ടപാടെ ഞങ്ങൾ 3 പെൺമക്കളാണ് ആയിപ്പോയിൽ കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. അച്ചാച്ചനും വയ്യ, ഞങ്ങൾ 3 പെൺമക്കളെ. പക്ഷെ ഒരു കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറയാൻ തുടങ്ങി, പെണ്ണുങ്ങളായതാണ് നന്നായത്. ഞാനിപ്പോൾ സന്തോഷിക്കുന്നതും എൻ്റെ അമ്മ ഇപ്പോൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നതും പ്രസൻറ്റ് ലൈഫും ഒക്കെ എൻ്റെ പെൺമക്കൾ 3 പേരും ഒരുപോലെ. ഒരു കാലത്ത് സങ്കടപ്പെട്ടതെല്ലാം ഇപ്പം തിരിച്ച് തന്നുകൊണ്ടിരിക്കുകയെന്നൊക്കെ എപ്പോഴും പറയും. അങ്ങനെ എന്താ പറയുക, അമ്മച്ചി വന്നു. എനിക്ക് എത്ര സന്തോഷമാണോ അമ്മ ഇവിടെ എത്തിയത്, അതേ ഹാപ്പിനെസ്സാണ് എൻ്റെ ചേച്ചിമാർക്കും. പിന്നെ ഞങ്ങളെപ്പോലെ മക്കളെ പോലെ തന്നെ 3 ആമക്കളെയും കിട്ടി. ഞങ്ങൾ 3 പേരും കല്യാണം കഴിഞ്ഞ് 3 മരുമക്കളും ഇൻലോസ് അല്ല, ശരിക്കും മക്കളെ പോലെ തന്നെയുള്ള 3 ആമക്കളെയും കിട്ടി. അപ്പം ഇന്ന് എൻ്റെ അമ്മ ഹാപ്പിയാണ്, സൂപ്പർ ഹാപ്പിയാണ്. ഒരു കാരണം കൊണ്ട് എൻ്റെ അമ്മ സങ്കടപ്പെടുന്നില്ല. സോ ഞങ്ങളെല്ലാവരും ആ ഒരു കാര്യം കൊണ്ട് ഞങ്ങൾ എപ്പോഴും ലൈഫിൽ ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ അമ്മച്ചിയുടെ ഹാപ്പിനെസ്സാണ്. കാരണം അത്രയും വർഷത്തോളം സങ്കടപ്പെട്ടിരുന്ന ഒരാൾ ഇനി കുറച്ച് കാലം ജീവിക്കട്ടെ അല്ലേ. അങ്ങനെ ഇപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവുക. അപ്പോൾ ഫ്ലൈറ്റിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അവിടുന്ന് വൈറ്റ് റൈസ്, ചിക്കൻ കറി, ഒരു വെജ് കറി, സ്വീറ്റ്സ്, ക്രീമിനകത്ത് ഒരു ചതുരത്തിലൊരു കഷ്ണം ഇട്ടത്, പിന്നെ സാലഡ്, പിന്നെ കോഫിയോ ഇഷ്ടമുള്ളത്, ജ്യൂസോ കോഫിയോ എന്താണ് ഇഷ്ടമുള്ളത്. അമ്മച്ചിക്ക് ഫുഡ് ആദ്യമായിട്ടല്ലേ കിട്ടിയത് അവിടുന്ന് കയറിയിട്ട് കോഴിക്കോട് പോയിട്ട്? മറ്റേ എയർ ഇന്ത്യയിലൊക്കെ എപ്പോഴും ഓരോ ബ്രെഡും എന്തെങ്കിലും ഒരു വെള്ളവും
അത് ഗൾഫിക്ക് പോണതാ. അല്ല, എയർ ഇന്ത്യയിലും എന്താ ഇങ്ങോട്ടാണെങ്കിൽ ഫുഡ് നല്ലത് കിട്ടും കേട്ടോ. അല്ലെ, കണക്ഷൻ ഫ്ലൈറ്റിന് കിട്ടും. അബുദാബി സംഭവം കേട്ടോ, ഓരോ പിന്നെ ഫ്ലൈറ്റിനും ഓരോ സ്ഥലമാണ്. ഞാൻ ഇരുന്നിടത്ത് എത്തിഹാദിന്റെ മാത്രമേ ഉള്ളൂ. കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വണ്ടിയാണ് അത്ര ഇതൊന്നും അല്ല. അല്ല, ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ഒക്കെ നല്ല വലുപ്പമുള്ള ഫ്ലൈറ്റാ. ആ, കണക്ഷൻ ദുബായ് ടു ഇങ്ങോട്ട് വരുന്നൊക്കെ ഡബിൾ ഡക്കർ എയർ ബസ്സാ. അങ്ങനെയൊന്നുമില്ല, ഇങ്ങോട്ട് എയർ ബസ് ആയിരിക്കും എന്തായാലും. പക്ഷെ ഇത് ബോയിങ് ആയിരുന്നു കേട്ടോ, എത്തിക്കാത്. ഇങ്ങോട്ടുള്ളത് നാട്ടിൽ നിന്നുള്ളത് എയർ ബസ് ആയിരുന്നു. ഞാൻ അമ്മച്ച് കയറി കഴിഞ്ഞാണ്ട്. ആ, പക്ഷെ കമ്പനി ബോയിങ് അല്ല അല്ല, സിംഗിള്. അത് ഏത് ഫ്ലൈറ്റും അങ്ങനെ തന്നെയാ. നാട്ടിൽ നിന്ന് ദുബായ് അങ്ങനെ വരുന്നത് സിംഗിളാ, ഡയറക്റ്റ് അല്ലേ. അതിന് 1 ലക്ഷം. ഞാൻ ഇന്നലെ നീ നോക്കണ്ടില്ല, ഇന്നലെ 1,113 ഡബിൾ സൈഡ് ബ്രിട്ടീഷ് എയർവേസ് സൂപ്പർ ഫ്ലൈറ്റ്. പക്ഷെ 10 ലിസ്റ്റിലില്ല. 10ാമത്തെ എങ്ങാണ്ടാ തോന്നുന്നത്. വേൾഡിലെ ടോപ്പ് 10ല് അമ്മച്ചി വന്നത് 3ാമത്തെ. അല്ല, അമ്മച്ചി വന്നത് 5ാമത്തെ എത്തിഹാദ്. 3ാമത് എമിറേറ്റ്സും ഖത്തർ എയർവേസും. ഫസ്റ്റത്തെ ന്യൂസിലാൻഡ്. അമ്മച്ചിയുടെ ആദ്യത്തെ ഫ്ലൈറ്റ് ഒന്നും അല്ല. അമ്മച്ചി ദുബായിൽ കുറച്ചാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തൊട്ട് ചെറിയ ഫ്ലൈറ്റുകളാണല്ലോ ഉണ്ടാവുക നമ്മുടെ നാട്ടിൽ നിന്ന്. അപ്പം അവിടുന്ന് അബുദാബി ടു മാഞ്ചസ്റ്റർ വലിയ ഫ്ലൈറ്റ് കണ്ടതിൻ്റെ ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ വിശന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങി. മെഗ്ഡിയിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. കഴിച്ചിട്ട് വേഗം പോകുന്നു. കാരണം ആ ഷാനുവിൻ്റെ ഗ്രാജുവേഷൻ ഉണ്ട്. വന്നു റെഡിയാകാൻ പോകുക അത്ര ടൈമേ ഉള്ളൂ. കാരണം ഓൾറെഡി നമ്മളവിടെ എത്തുമ്പോൾ തന്നെ അവളുടെ സെറമണി കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും പോകണമല്ലോ, നമ്മുടെ ഷാനു അല്ലേ. അങ്ങനെ ഫുഡ് കഴിക്കാൻ കയറിയൊക്കെ ആയിരുന്നു. ഇപ്പം ഫുഡൊക്കെ കഴിച്ച് വേഗം ഇറങ്ങി കേട്ടോ. എന്തിനു വന്ന അവിടെ? ഫുഡ് കഴിക്കാൻ. വാ 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 വാ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇതാ പെട്ടിയൊക്കെ എടുത്ത് വെച്ച് വേഗം റെഡിയായി ഷാനുവിൻ്റെ ഫംഗ്ഷന് പോകണം. അതിൻ്റെ വ്ളോഗ് ഞാൻ അടുത്ത ദിവസം ഇടാം കേട്ടോ. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് യുവർ ക്രേസി മല്ലിക്കാരി. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.